വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. അലകൾ പടകിലാടിച്ചെന്ന അല്ലേരൊരൽപ്പവുമില്ലെനിക്ക്. അലകൾ പടകിലാടിച്ചെന്ന അല്ലേരൊരൽപ്പവുമില്ലെനിക്ക്. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായൻ അരികിലുണ്ട്. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായൻ അരികിലുണ്ട്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. മറക്കുമോർ സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാത സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ താതാമ്യപ്പെട്ടുകൊണ്ട് ഈ പരിശുദ്ധമായ ആലയത്തിൽ കൂടി വരുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കിയ വൻ കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു. ഇന്നലെ രാത്രിയിൽ ഞങ്ങളെ സുഖകരമായി ഉറക്കി ഞങ്ങളുടെ കട്ടിലിനോട് ചേർന്നിരുന്നതിനാകിയ സ്തുതിക്കുന്നു. ഈ പ്രഭാതം കാണുവാനും ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. അനുഗ്രഹീതമായി ദിവസം പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ ജീവിതഭാരങ്ങളാലും സങ്കടങ്ങളാലും നൊമ്പരങ്ങളാലും നിന്റെ സന്നദ്ധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ എല്ലാ ആവശ്യങ്ങളിൽ നീ അവിടുന്ന് തൃക്കൺ പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരിനെ നീ മറികടക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീറുന്ന വേദനകളാൽ ഭാരങ്ങളാൽ കടന്നു വന്ന ആരെങ്കിലും ഈ ദേവാലയത്തിലുണ്ടെങ്കിൽ, ദൈവമേ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നൊമ്പരങ്ങളെ നീ അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുമ്പോൾ അതൊക്കെ ദൈവമേ സ്വർഗം തുറന്ന് ചായച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദമ്പതിമാരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവകയെ സമർപ്പിക്കുന്നു. ഇടവകയിൽ നല്ല ആചാര ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ശുശ്രൂഷകൾ പ്രിയ മക്കൾക്ക് ലഭിപ്പാൻ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബസ്ഥരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വൃദ്ധരായ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യവും നരയുള്ള കാലത്തോളം ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം എന്നുള്ള ചെയ്തനായ കർത്താവ്, ദൈവമേ, നീ അവരെ കരുതിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെടലിൻ്റെയും വേദനകളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന എല്ലാ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ കാഠിന്യത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ രോഗക്കിടക്കയോട് നീ മനസ്സലിയണമേ. അവിടെ കിടക്കയുടെ അരിയിലേക്ക് ചെന്ന് അവർക്ക് സൗഖ്യത്തെ ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്നവർ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അങ്ങനെ പലവിധമായ ആവശ്യങ്ങളാൽ
നിന്റെ സന്നദ്ധിയിൽ കടന്നു വന്നിരിക്കുന്ന, നീറുന്ന പ്രയാസങ്ങളാൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമേ, നീ അവിടുന്ന് സൗഖ്യത്തോടെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷപാതക്കാരനോട് നിന്റെ കിടക്കെടുത്ത് ഭവനത്തിലേക്ക് പോകുക നല്ല ചെയ്തനായ കർത്താവ്, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിൽ നീ തൃക്കൺ പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരെയും ചാരിയുമായി ജോലിക്കായിട്ട് കടന്നു പോയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞു പോലും നശിച്ചു പോകാൻ അവിടുന്ന് ഇടയാക്കരുതേ. പഠിക്കുവാൻ പോയിരിക്കുന്ന വിദേശത്തും സ്വദേശത്തുമായിരിക്കും ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ പോയതുപോലെ പഠിച്ചു മുന്നേറി മടങ്ങി വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ യെരൂശലേമിൽ ഭവനങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പാച്ചൻ, പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് ടി ജോണച്ചൻ, സഹവികാരിമാരായിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, എൻ്റെ സഹപാഠിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യാക്കോസ് ബേബി അച്ഛൻ, അതുപോലെ എൻ്റെ അനിയനായിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഓൺലൈനിലായി ദൂരെയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, നാനാജാതി മത്സരായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, നിങ്ങൾക്ക് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ വലിയൊരു അനുഭവത്തിൽ നമുക്ക് വീണ്ടും താതാമ്യപ്പെട്ടുകൊണ്ട് ഈ ദേവാലയത്തിലായി തീരുവാൻ ദൈവം നമ്മുടെ ആയുസ്സിൽ ഒരു ദിനം കൂടി തന്നതിലോർത്ത് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ ഈ ദിവസം ആയിത്തീരുമ്പോൾ പരിശുദ്ധനായ മോർ ഗീവർഗീസയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്ന ഈ ദേവാലയത്തിൽ എനിക്കും കടന്നു വരുവാൻ ദൈവം അവസരം തന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹോദായുടെ മാധ്യസ്ഥം ആവോളം അനുഭവിക്കുന്ന ഈ ദേവാലയത്തിൽ പരിശുദ്ധനായ ഗീവർഗീസ് സഹോദാ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ സന്ദേശങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അമുഖമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, സന്ധ്യാനമസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥന സ്ലൂസോ പ്രാർത്ഥനയിൽ പുരോഹിതൻ ഇപ്രകാരം ചൊല്ലുന്നുണ്ട്: ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ മാതാവിനെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഈ നേരം തിരുസന്നിധിയിൽ ഞങ്ങൾ സ്മരിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ സഹായങ്ങളാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവരുടെ പുണ്യജീവിതത്തെ അനുകരിപ്പാനും അവരെ പോലെ നിനക്ക് ഇഷ്ടരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, പരിശുദ്ധന്മാരെ നമ്മൾ ഓർക്കുന്നത് എന്തിനാണ് എന്ന് സഭ വളരെ ഭംഗിയായി അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവരുടെ പുണ്യ ജീവിതത്തെ അനുകരിപ്പാൻ. ആരുടെ ജീവിതത്തെ അനുകരിപ്പാനാ പറയുന്നത്? പരിശുദ്ധന്മാരുടെ പുണ്യ ജീവിതത്തെ അനുകരിപ്പാൻ. രണ്ടാമത് പറയുകയാണ്, അവരെ പോലെ നിനക്ക് ഇഷ്ടമുള്ളവരായി ജീവിപ്പാൻ. അവരെങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. അവരുടെ ജീവിത പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അവരെ പോലെ നിനക്ക് ഇഷ്ടമുള്ളവരായി ജീവിപ്പാനായിട്ട് എന്നെയും നിങ്ങളെയും ഇടയാക്കണം. അവരുടെ പുണ്യ ജീവിതത്തെ അനുകരിക്കണം. അവരുടെ പോലെ ഇഷ്ടരായി ജീവിപ്പാനായിട്ട് ഇടയാകണം. നമുക്കറിയാം, ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ പടയാളിയായി സേവനമനുഷ്ഠിച്ചതാണല്ലോ പരിശുദ്ധനായ ഗീവർഗീസ് സഹോദാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന വലിയൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഉടൻ തന്നെ അദ്ദേഹം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടും രക്തസാക്ഷി മരണം പ്രാപിക്കുവാനായിട്ടൊക്കെയും ഇടയായല്ലോ. സഹദായുടെ രക്തസാക്ഷി മരണം, അദ്ദേഹം വാളുകളാൽ അറക്കപ്പെടുമ്പോഴും ക്രിസ്തുവിന് വേണ്ടി സധൈര്യം പോരാടിയ ആ സഹദായുടെ മധ്യസ്ഥതയിൽ നമ്മൾ അഭയപ്പെടുകയാണ്. അവരെ പോലെ ക്രിസ്തുവിന് വേണ്ടി നമ്മളും നമ്മുടെ പ്രവർത്തനങ്ങൾ ധന്യമായി ജീവിപ്പാനായിട്ട് ഇടയാകണം. പിന്നെ ക്രിസ്തുവിനെ അനുകരിപ്പാനായിട്ടും അവർ അനുകരിച്ച പാതയിൽ നമ്മളുമായി തീരുവാനായിട്ടും ഇടയാകണം. ഇനിയും മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാളിലേക്ക് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുകയാണ്. 123ാമത് ഓർമ്മ പെരുന്നാൾ നമ്മുടെ സഭയിൽ ആചരിപ്പാനായിട്ട് പോവുകയാണ്. ഈ ഞായറാഴ്ച മുതൽ ഇനി 2 ആഴ്ചക്കാലം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുകയാണല്ലോ.
പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുമ്പോഴും പരിമല തിരുമേനി കാണിച്ചെന്ന വലിയ മാതൃക നമ്മൾ പിൻപറ്റുവാനായിട്ട് ഇടയാകണം. അദ്ദേഹത്തിന്റെ ജീവിത ദർശനവും വിശ്വാസ ജീവിതവും ഒക്കെ നമ്മൾ സംശീകരിച്ചുകൊണ്ട് അനേകർക്ക് സ്വാതന്ത്ര്യമായി, ആശ്വാസമായി, അഭയമായി തീരുന്നത് പോലെ നമ്മളും അനേകരെ ചേർത്ത് നിർത്തുവാനായിട്ടും അവരുടെ വിശ്വാസ ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാനായിട്ട് ഇടയാകണം. ഇനിയുള്ള നാളുകൾ പദയാത്രകളായിട്ടൊക്കെയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ആ കബറിലേക്ക് ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അങ്ങനെയായിരിക്കണം. അദ്ദേഹം ജീവിച്ചതുപോലെ നമ്മളും ജീവിപ്പാനായിട്ടും, അദ്ദേഹം ദൈവത്തെ പ്രസാദിപ്പിച്ചതുപോലെ നമുക്കും ദൈവസന്നിധിയിൽ പ്രസാദകരമായി ജീവിപ്പാനായിട്ടും ഇടയാകണമെന്ന് ആമുഖമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 28-ാം വാക്യമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 28-ാമത് വാക്യമാണ്. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരിക്കുന്നു. So Daniel proposed during the reign of Darius and the reign of Cyrus the Persian. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് എന്തുകൊണ്ട് ദാനിയേൽ ഈ 2 രാജാക്കന്മാരുടെ വാഴ്ചയിൽ ശുഭകരമായി ജീവിക്കുവാനായിട്ടിടയായ സംഭവമാണ് നിങ്ങളുമായി അല്പസമയം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹെൻറി ഹേൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്ന സെയിന്റ് കെവിൻ ആൻഡ് ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുവാനായിട്ടൊരു ഇടുങ്ങിയ മുറിയിലേക്ക് കയറുകയാണ്. അദ്ദേഹത്തിന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഇടുങ്ങിയ സ്ഥലം മാത്രമേ ഉള്ളൂ. അദ്ദേഹം കൈകൾ വിരിച്ച് ആകാശത്തോട് വിരിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥനാപൂർവമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ ഒരു വൃക്ഷത്തിന്റെ ശിഖരം പോലെ നിൽക്കുവാനായിട്ടിടയായി. അപ്പോൾ ഒരു ബേഡ് അത് വന്ന് അതിനകത്ത് കൂട് വെക്കുകയാണ്. അങ്ങനെ കൂട്ടിൽ മുട്ടയിട്ട് അതിനെ വിരിയിക്കുവാനായിട്ടിടയാകും. അപ്പം ഇദ്ദേഹം പ്രാർത്ഥനാ നിരതനായിട്ട് കണ്ണുമടച്ച് മുമ്പോട്ട് പോകുമ്പോൾ അനേക ദിവസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ കയ്യിലൊരു പക്ഷിയും കൂടും കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്നു. ഒരു മുട്ടയുടെ വിരിയാനായിട്ടുണ്ട്. അങ്ങനെ അത് വിരിയുന്നിടം വരെയും അദ്ദേഹം കണ്ണുകൾ അടച്ച് പ്രാർത്ഥനാപൂർവമായി നിൽക്കുകയാണ്. ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങളിൽ ഈ പരിശുദ്ധന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അങ്ങനെയാണ്. കൈകൾ വിരിച്ച് അനേകരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുവാനായിട്ടും അനേകർക്ക് വേണ്ടി അഭയമായിട്ടും മാറ്റപ്പെടുകയാണല്ലോ പരിശുദ്ധനായ ഗീവര്ഗീസ് സഹോദരനും പരിമല തിരുമേനിയും ഒക്കെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവരൊരു അഭയമായി തീരുവാനായിട്ട് ഇടയാകുമ്പോൾ ദാനിയേലിന്റെ ജീവിതത്തിൽ ശുഭകരമായി ജീവിക്കുവാനുള്ള അവസരം ഈ 2 രാജാക്കന്മാരുടെ ഇടയായതാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം. ആദ്യമായി ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തുണ്ട് വിശേഷം എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇംഗ്ലീഷുകാരോട് ചോദിക്കും എന്ത്, ഹൗ ആർ യു എന്ന് ചോദിക്കും. അതിന് മറുപടിയായി ഐ ആം ഫൈൻ നമ്മൾ മറുപടി പറയും. ഹിന്ദി സഹോദരന്മാരോട് ചോദിക്കും കൈസഹേ എന്ന് ചോദിക്കും, ബെഡിയാഹേ അച്ചാഹേ എന്നൊക്കെ പറയും. എന്നാൽ നമ്മളോടൊക്കെ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെ പറയും, അച്ഛാ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്ന് പറയും. പക്ഷേ നമ്മൾ ദൈവകൃപയാൽ സുഖകരമായി ഇരിക്കുന്നുവെന്ന് പറയുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ ദൈവം നൽകുന്ന അനുഗ്രഹീതമായ ഈ ജീവിതം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശുഭകരമായി ജീവിപ്പാനായിട്ട് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കുവാനായിട്ട് ഇടയാകണം. അങ്ങനെ ശുഭകരമായി ജീവിച്ച ഒരു വ്യക്തിയെ പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത ദർശനം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ വളരെ ഭംഗിയായി ഇത് വരച്ചു കാട്ടുന്നുണ്ട്. നമുക്കറിയാം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, പ്രവചന പുസ്തകം, അത് വലിയ പ്രവാചകന്മാരുടെ ഗണത്തിലാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തെ തരംതിരിച്ചിരിക്കുന്നത്. യെശയ്യാവും യെരമ്യാവും യെഹെസ്കേലും ദാനിയേലും ഒക്കെ വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ടതാണ്. ചെറിയ പ്രവാചകന്മാരുടെ ഗണമായ മീഖ, ആമോസ്, അതുപോലെ യോന എന്നിവ പറയുന്ന ചെറിയ പ്രവാചകന്മാരുടെ ഗണം.
അങ്ങനെ ഈ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും ഒക്കെ ദൈവത്തിന്റെ അരുളപ്പാട് ജനത്തിന് നൽകുവാനുള്ള വലിയ സന്ദേശം അവരിലേക്ക് എത്തിക്കുവാനായിട്ട് ചുമതല വഹിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ AD 587 വർഷത്തിന് മുമ്പ് യേശു കർത്താവ് ജീവിക്കുന്നതിന് മുമ്പായി ബാബേൽ പ്രവാസത്തിൽ ആയിരിക്കുമ്പോൾ ഈ 1-ാം അധ്യായം ഇങ്ങനെ പറയുന്നുണ്ട്. 1-ാം അധ്യായം, യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിനെ വന്ന് അതിനെ നിരോധിക്കുന്ന അല്ലെങ്കിൽ അതിനെ കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ യഹൂദ ബാബേലിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ, അതായത് നെബൂഖദ്നേസർ അവിടെ വാണിരുന്ന സമയത്ത് യെരൂശലേമിനെ പിടിച്ചടക്കിയിരുന്നു. അങ്ങനെ പിടിച്ചടക്കിയിരുന്നപ്പോൾ അവിടേക്ക് പിടിച്ചുകൊണ്ടുപോയ ഗണത്തിലുള്ള ഒരു വ്യക്തിയാണ് ദാനിയേൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. ഇദ്ദേഹം പ്രവാചകനായി തീർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിത ദർശനത്തിൽ അദ്ദേഹം എഴുതിയ ഒരു അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ ആയിട്ടാണ് ഈ വേദഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതൊരു ചരിത്ര സംഭവമായി നമ്മൾ കാണുന്ന ഒരു പുസ്തകമാണ് ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. താഴോട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹം യെരൂശലേം പിടിച്ചടക്കി, യെരൂശലേമിന് തരിപ്പണമാക്കി, യെരൂശലേം ദേവാലയം ഒക്കെ തരിപ്പണമാക്കിയതിനു ശേഷം അവിടുത്തെ ആലയത്തിലുള്ള പൂജാപാത്രങ്ങളൊക്കെയും തന്റെ ദേശമായ ഷിനാർ ദേശത്തേക്ക് കൊണ്ടുപോയി തന്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ കൊണ്ടുവച്ചതായിട്ട് പറയപ്പെടുന്നു. അവിടേക്ക് കൊണ്ടുപോയ തന്റെ ഓഫീസർമാരിൽ ഒരാളായ അബ്ഷനാശ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തോട് രാജാവ് പറയുകയാണ്, ഇങ്ങനെയുള്ളവരെ പിടിച്ചുകൊണ്ടുവരണം. അവിടെ പറയുന്നു, 4-ാം വാക്യത്തിൽ പറയുന്നു, രാജസന്തതിയിലുള്ളവർ, കുലീനന്മാർ, വിദ്യാപരിജ്ഞാനികൾ, സകല ജ്ഞാനത്തിലും നിപുണന്മാർ, സൗന്ദര്യമുള്ളവർ, ആരോഗ്യമുള്ളവർ, രാജസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് യോഗ്യരായ ഇങ്ങനെയുള്ള വ്യക്തികളെ പിടിച്ചുകൊണ്ടുവരുവാനായിട്ട് പറയുകയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ആയിരിക്കുന്ന അവസരത്തിലാണ് ഈ പറയപ്പെടുന്ന വ്യക്തികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് ഇടയാകുന്നത്. അവരിപ്പോൾ അന്യദേശത്ത് ആയിരിക്കുകയാണ്. അവിടെ ആയിരിക്കുന്ന കൂട്ടത്തിൽ ഒരുവനായി ദാനിയേലും മാറ്റപ്പെടുകയാണ്. ഇപ്പോൾ ഒരു അടിമയായി ദാനിയേൽ ഈ ദേശത്ത് ആയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, അവരോടൊപ്പം ശത്രുക്ക്, മേശക്ക്, അബേദനും, അവരെയൊക്കെ കുറിച്ച് നമുക്കറിയാം. അവരെയൊക്കെ എരിയുന്ന തീച്ചോളയിൽ നിന്ന് ദൈവം രക്ഷിച്ച വ്യക്തികളാണല്ലോ. അതേപോലെ തന്നെ പിടിച്ചുകൊണ്ട് വന്നവരുടെ കൂട്ടത്തിൽ ഈ ദാനിയേലും ഉണ്ടായതായിട്ട് പറയപ്പെടുന്നു. ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ദാനിയേൽ എന്തുകൊണ്ട് ഈ രാജാവിന്റെ അല്ലെങ്കിൽ ഈ രാജാക്കന്മാരുടെ വാഴ്ചയിൽ ശുഭകരമായി അന്യദേശത്ത് ആയിത്തീർന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയാകുന്നത്. നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, നമ്മളായിരിക്കുന്ന ഭവനത്തിൽ, നമ്മളായിരിക്കുന്ന ജോലി മേഖലയിലൊക്കെ ശുഭകരമായി ജീവിക്കുന്നുണ്ടോ അല്ലെ ശുഭകരമായി തീരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയാകുന്നത്. ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം വിധിക്കുന്നു എന്നാണ്, ന്യായം വിധിക്കട്ടെ എന്നാണ്. പ്രിയമുള്ളവരെ, ദാനിയേലിനെ ദൈവം ന്യായം വിധിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കിന്റെ അർത്ഥം. ഇനി 6-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 6-ാം അധ്യായം അതിന്റെ 1-2 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാനായി ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ 3-രിൽ ദാനിയേൽ ഒരുവനായിരുന്നു. പ്രിയമുള്ളവരെ, രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് ഇങ്ങനെയുള്ള ഗണത്തിൽപ്പെട്ടവരെ പിടിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം ഒരു അടിമയായി അവിടെ നിൽക്കുമ്പോഴാണ് രാജ്യമൊക്കെയും ഭരിക്കുവാനായിട്ട് ദാര്യാവേശിന് ഇഷ്ടം തോന്നി. അങ്ങനെ 120 പ്രധാന ദേശാധിപന്മാരെ ഒക്കെ നിയമിച്ചിട്ട് അവരെ നോക്കുവാനായിട്ട് 3 പ്രധാന ദേശാധിപന്മാരെ അവിടെ നിയമിക്കുകയാണ്. അവരിൽ ഒരുവൻ ആരായിരുന്നു? ദാനിയേലായിരുന്നു. അപ്പോൾ ദാനിയേലിനെ ദൈവം പടിപടിയായി ഉയർത്തുന്ന വലിയൊരു സന്ദേശമാണ് ഈ 6-ാം വാക്യത്തിൽ ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ദാനിയേലിനോട് ഇഷ്ടം തോന്നുവാനായിട്ട് ഇടയായത് എന്നുള്ളതാണ്. ഈ 120 സാമ്രാജ്യം അല്ലെങ്കിൽ 120 പറയുമ്പോൾ മലങ്കര സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ,
അതിന് ഭദ്രാസനങ്ങളായി നിശ്ചയിക്കുന്നു. ഭദ്രാസനങ്ങളെ ഓരോ ഇടവകളായിട്ട് നിശ്ചയിക്കുന്നു. അവിടെ വികാരിമാരെ നിയമിക്കുന്നു. അങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ അനുസരിച്ച് നിശ്ചയിച്ചതുപോലെ തന്നെ രാജ്യം മൊത്തവും സംരക്ഷിക്കുവാൻ വേണ്ടി 120 ദേശാധിപന്മാരെ നിയമിച്ച് അവരെ നോക്കുവാനായിട്ട് 3 അധ്യക്ഷന്മാരെ നിയമിക്കുന്ന അവരിൽ ഒരുവനായിട്ട് ദാനിയേൽ ഇവിടെ മാറ്റപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ദാനിയേൽ ഇവിടെ ഈ 3 പ്രധാനിയായി തീർന്നതെന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം. 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. അവൻ ഉത്കൃഷ്ട മാനസനായതുകൊണ്ട് എന്താണ്? അവൻ ഏറെ പ്രശംസ അർഹിക്കുന്ന അല്ലെങ്കിൽ ഏറെ വിശിഷ്ടനായി വിളങ്ങിയത് കൊണ്ട് ദാനിയേൽ ശുഭകരമായി ജീവിക്കുവാനായിട്ടിടയായത് പറയപ്പെടുകയാണ്. പ്രിയമുള്ളവര്, എന്തിനാണ് ഈ 120 പേരെ അവിടെ നിയമിച്ചെന്ന് ചോദിച്ചാൽ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിനും പ്രധാന ദേശാധിപന്മാർ ഇവർക്ക് കണക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ കണക്ക് കൃത്യമായി നോക്കുവാൻ വേണ്ടി അവരെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 3 പേരെ നിയമിച്ചത്. അതിൽ പ്രധാനിയായി ദാനിയേൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിൽ 4-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിന് വിരോധമായ ഒരു കാരണം കണ്ടെത്തുവാനായിട്ട് അന്വേഷിക്കുകയാണ്. ഈ 122 പേരും കൂടെ ചേർന്ന് ഈ ദാനിയേലിനെതിരെ എന്തെങ്കിലും ഒരു കുറ്റം ആരോപിക്കുവാനായിട്ട് അവർ ഒരു തീരുമാനമെടുക്കുകയാണ്. താഴോട്ട് വായിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു: എന്നാൽ യാതൊരു കുറ്റവും കാരണവും അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ഒന്നാമതായി ദാനിയേലിന്റെ ജീവിതം ശുഭകരമായി ജീവിപ്പാനായിട്ടിടയായത് അവൻ വിശ്വസ്തനായതുകൊണ്ട് അവനൊരു കുറ്റവും തെറ്റും കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തനായി തീരണമെന്നുള്ളതാണ്. ഒന്നാമതായി ദാനിയേൽ വിശ്വസ്തനായതുകൊണ്ട് അവിടെ ശുഭകരമായി ജീവിപ്പാനായിട്ടിടയായി. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഞാൻ ആയിരിക്കുന്ന മേഖലയിൽ വിശ്വസ്തനാണോ? ഞാൻ ആയിരിക്കുന്ന ജോലി മേഖലയിൽ വിശ്വസ്തനാണോ? ഞാൻ ആയിരിക്കുന്ന കുടുംബത്തിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ പങ്കാളിയോട് ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ ഭർത്താവിനോട് ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ വിശ്വസ്തനാണോ? കുഞ്ഞുങ്ങൾ തിരിച്ച് മാതാപിതാക്കളോട് വിശ്വസ്തനാണോ? കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ വിശ്വസ്തരാണോ? കൂടപ്പിറപ്പുകളോട് നമ്മൾ വിശ്വസ്തരാണോ? നമ്മൾ ആയിരിക്കുന്ന മേഖലയിലൊക്കെ എത്രമാത്രം വിശ്വസ്തരാണ് എന്നുള്ളത് ഞാനും നിങ്ങളും ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ദേവാലയത്തിലായിരിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് ഒരു ദിവസം കൂടി എൻ്റെ ആയുസ്സിൽ തരുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കുന്നു എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ദാനിയേലിനെ സംബന്ധിച്ച് അവൻ ശ്രേഷ്ഠനായി വിളങ്ങുവാനായിട്ടിടയായത് അവൻ വിശ്വസ്തനായതുകൊണ്ടാണ്. യേശു ജനിക്കുന്നതിന് മുമ്പായി 1000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ദാവീദ് രാജാവ് സങ്കീർത്തനത്തിൽ 12-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദാവീദ് കൊടുക്കുന്ന നിർവചനമാണ് ഭക്തനെന്ന്. വിശ്വസ്തനെന്ന് കൊടുക്കുന്നതിന് ഭക്തൻ എന്ന വാക്ക് അത് അടിവരയിട്ട് പറയുകയാണ്. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഭക്തൻ എന്ന വാക്കിന് വിശ്വസ്തൻ എന്നാണ് വാക്ക് കൊടുക്കുന്നത്. നമ്മളൊക്കെ ഭക്തിയുള്ളവരാണ്, ഭക്തരായതുകൊണ്ടാണ് നമ്മൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ എത്രമാത്രം വിശ്വസ്തരാണ് എന്നുള്ളത് ദാവീദ് രാജാവിന്റെ സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 2 ഇപ്രകാരം പറയുന്നു: ഭൂമിയിൽ ഭക്തന്മാർ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവരാരുമില്ല. മീഖ കൊടുക്കുന്ന നിർവചനമാണ് നേരുള്ളവൻ. ഭക്തൻ എന്നതിന് നേരുള്ളവൻ എന്നുള്ള ഒരു നിർവചനം കൊടുക്കുന്നുണ്ട്. ഒരിടത്ത് വിശ്വസ്തൻ, ഒരിടത്ത് നേരുള്ളവൻ എന്നുള്ള വാക്ക് കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലോ നോക്കുന്നത് എന്ന് പറയുന്നു.
യഹോവ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലോ നോക്കുന്നതെന്ന് പറയുന്നു. ഇന്ന് സങ്കീർത്തനക്കാരത്തെ ചുവട് പിടിച്ച് നമ്മളൊരു വേദവാക്യം എഴുതിയാൽ ഇപ്രകാരം ഒരുപക്ഷെ എഴുതേണ്ട ഒരു ആവശ്യകതയുണ്ട്: ഭക്തന്മാരെ കൊണ്ട് മുട്ടിട്ട് നടക്കുവാൻ വയ്യ. പ്രിയമുള്ളവരെ, ഭക്തി എത്രമാത്രം ഇന്ന് കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മൾ എത്രമാത്രം വിശ്വസ്തരാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഔദ്യോഗിക മേഖലയിൽ, ജോലി മേഖലകളിൽ, നമ്മൾ ആയിരിക്കുന്ന ഭവനത്തിൽ നമ്മൾ എത്രമാത്രം വിശ്വസ്തരായ എന്നുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ പിതാവിനോട് എത്രമാത്രം വിശ്വസ്തത പുലർത്തണം, ഞാനായിരിക്കുന്ന മേഖലയിൽ എത്രമാത്രം വിശ്വസ്തത പുലർത്തണമെന്ന് ഞാൻ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും ആയിത്തീരുവാനായിട്ടും ചിന്തിക്കുവാനായിട്ടും ഇടയാകണം. നമുക്കറിയാം, താലന്തുകളുടെ ഉപമയുണ്ട്. ഒരു മനുഷ്യന് 5 താലന്ത് ലഭിക്കുന്നു, ഒരു മനുഷ്യന് 2 താലന്ത് ലഭിക്കുന്നു, ഒരു മനുഷ്യന് 1 താലന്ത് ലഭിക്കുന്നു. 5 താലന്ത് ലഭിച്ചവൻ 5 കൂടെ നേടുന്ന ഒരു അനുഭവമുണ്ട്. യജമാനൻ വന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തൻ, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. രണ്ടാമത് പറയുകയാണ്, 2 താലന്ത് ലഭിച്ചവൻ അവൻ 2 കൂടെ നേടിയിട്ട് കടന്നു വന്നപ്പോൾ അവനോടും ഇപ്രകാരം പറയുകയാണ്: നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തൻ, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. 1 താലന്ത് ലഭിച്ചവൻ അവൻ കുഴിച്ചിട്ടിട്ട് യജമാനന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്: നീ എനിക്ക് തന്ന 1 താലന്ത് തിന്ന. അത് നൽകുമ്പോൾ അവൻ പറയുന്നു: മടിയനും ദുഷ്ടദാസനും എന്നാണ് അവനെ പറ്റി പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് എത്രമാത്രം കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്, നമുക്ക് എത്രമാത്രം താലന്തുകൾ ദൈവം നൽകിയിട്ടുണ്ട്. ഈ താലന്തുകളൊക്കെ ദൈവസന്നിധിയിൽ യഥാർത്ഥമായി നമുക്ക് നിർണയിക്കുവാനായും യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ടും എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് ദാനിയേൽ ആ ദേശത്ത് ശുഭകരമായി ജീവിക്കുവാനിടയായതുപോലെ നമ്മളും ഈ ലോക ജീവിതത്തിൽ ശുഭകരമായി ജീവിക്കുവാനായി ഒന്നാമത് നമുക്ക് വേണ്ടത് എന്താണ്? വിശ്വസ്തത അത്യാവശ്യമാണ്. വിശ്വാസത്തോടുകൂടി നമ്മൾ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നമുക്ക് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ലവനും വിശ്വസ്തനുമായ ദാസൻ എന്ന വിളി കേൾക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകണം. 2018 നമ്മുടെ ദേശത്തൊക്കെയും പ്രളയമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ചെങ്ങന്നൂരിനടുത്ത് വെൺമണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ വളരെ ഭയാനകമായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകും. അങ്ങനെ ഒരു കുടുംബത്തെ രക്ഷിച്ചുകൊണ്ട് ഒരു വള്ളത്തിൽ പ്രായമുള്ള പിതാവും അവിടുത്തെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായി കടന്നു വരുമ്പോൾ അവർ കിട്ടിയ സാധനവുമായി ഒരു ബാഗിൽ അല്പം പണവും സ്വർണവും രേഖകളും ഒക്കെയായി അവർ ആ വള്ളത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു ഒഴുക്ക് വന്ന് ഈ വള്ളം മറിയുകയാണ്. ഈ പ്രായമുള്ള പിതാവും ഈ മാതാപിതാക്കളും ഒക്കെ വെള്ളത്തിലേക്ക് വീഴുകയാണ്. കയ്യിലിരുന്ന ബാഗും ഒക്കെ നഷ്ടപ്പെടുന്നു. ആ ഒരു വലിയ വിഷമതയിൽ ഇവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൾ വളരെ വിഷമതയോടുകൂടിയിരിക്കുന്ന ആളുകളെ കാണുവാനായിട്ട് സാധിച്ചു. കുറെ ദിവസത്തിന് ശേഷം പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് എന്നെ ഇത് പറയുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അവിടെ തങ്കച്ചന്റെ തങ്ക മനസ്സ് എന്ന് പറയുന്ന പ്രാദേശിക അക്കോളത്തിൽ വന്ന ഒരു വാർത്തയാണ്. ഈ ബാഗ് ഒഴുകി ഒരു റബ്ബറും തോട്ടത്തിലേക്ക് പോയി. അവിടേക്ക് കടന്നു ചെന്ന് അവിടെ തങ്ങി നിൽക്കുകയാണ്. വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ബാഗ് ഇരിക്കുന്ന കണ്ടു. ആ ബാഗ് തുറന്നു നോക്കിയപ്പോൾ അല്പം പണവും സ്വർണവും ഒക്കെ അതിലുണ്ട്. അപ്പോഴും ഈ ശ്രുതി ആ നാട്ടിലൊക്കെ പടർന്നു. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ബാഗ് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അദ്ദേഹം തിരിച്ച് ഈ ആളിനെ അന്വേഷിച്ച് കണ്ടെത്തി ഇത് കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി അത് സ്വീകരിക്കുന്ന ഒരു അനുഭവം. പ്രിയമുള്ളവരെ, ഇപ്പോഴും തങ്കച്ചന്റെ തങ്ക മനസ്സുപോലെ അനേക ആളുകൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുള്ളതാണ്. വിശ്വസ്തയോടുകൂടി തങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കപ്പെടുമ്പോൾ നമ്മൾ എത്രമാത്രം വിശ്വസ്തരാണ് എന്ന് ഞാനും നിങ്ങളും ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദാനിയേൽ വാസ് സോ ഫെയ്ത്ത്ഫുൾ ആൻഡ് ഹോണസ്റ്റ്. അദ്ദേഹം വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ടിടയായപ്പോൾ അദ്ദേഹം ശ്രേഷ്ഠനായി വിളങ്ങിയത് കൊണ്ട് അദ്ദേഹം അവിടെ ശുഭകരമായി ജീവിക്കുവാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതാണ്. നമുക്ക് താഴോട്ട് വായിക്കാം. 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. അവിടെ അപ്പോൾ ആ പുരുഷന്മാർ നാം ഈ ദാസന്റെ നേരെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചിട്ടല്ലാതെ യാതൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചിട്ടല്ലാതെ യാതൊരു കാരണവും ഇവനിൽ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്ന്
അവിടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ന്യായപ്രമാണം എന്താണെന്ന് ഒരു യഹൂദനും കൃത്യമായി അറിയാം. 10 കൽപ്പന അവർക്ക് നൽകിയിട്ടുണ്ട്. ഈ 10 കൽപ്പനയെ അവർ അരച്ചു കലക്കി വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എന്തെങ്കിലും വെള്ളം ചേർക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ അതിൽ ഇവനെ ഒരു കുറ്റം ആരോപിക്കാമെന്ന് ഈ 122 പേര് കൂടി ചിന്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് അവരോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. അതിന്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ഉണർത്തിച്ചു എന്തെന്നാൽ, ദാര്യാവേശ് രാജാവേ, ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. രാജാവ് 30 ദിവസത്തേക്ക് തിരുമേനോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധന കൽപ്പന ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാധിപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും കൂടി ആലോചിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇനിയും ദാനിയേലിനെ കുടുക്കുവാനായി തൻ്റെ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരമായി ആ രാജ്യത്തിലെ രാജാവിനെ ഇനിയും വരുന്ന 30 ദിവസം ആരാധിക്കുവാനായിട്ട് വേണ്ടി ഒരു കൽപ്പന പുറപ്പെടുവിക്കുവാനായിട്ട് അവരെല്ലാവരുടെ രാജാവിന്റെ അടുക്കിലേക്ക് കടന്നില്ലാണ്. രാജാവിനെ ഒന്ന് പുകഴ്ത്തിക്കൊണ്ട് പറയുകയാണ്: രാജാവേ, ദീർഘായുസ്സോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറയുകയാണ്, ഈ 30 ദിവസത്തേക്ക് ഒരു കൽപ്പന പുറപ്പെടുവിക്കണം. ഇനിയും ഈ രാജസന്നിധിയിൽ അല്ലെങ്കിൽ ഈ ദേശത്ത് രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ. പക്ഷെ ഒരു യഹൂദനും യഹോവയായ ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 30 ദിവസത്തേക്ക് വളരെയേറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു അനുഭവം വീണ്ടും ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് യഹോവയായ ദൈവം. യാചനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് യഹോവയായ ദൈവം. ഒരുപക്ഷെ ചിലവരുടെയൊക്കെ വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് മാത്രമേ ഉള്ളല്ലോ ഇത്രത്തോളം പ്രതിസന്ധി, എന്തുകൊണ്ടാണ് അടിക്കടി ഒന്നിനുമേൽ ഒന്നായിട്ട് ഓരോ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ എന്നിൽ മാത്രം ഉണ്ടാകുന്നതെന്ന് ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ മാനുഷികമായി ചോദിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇയ്യോബിനെ പോലെ നമ്മൾ പറയണം: ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എൻ്റെ കണ്ണാലെ നിന്നെ കാണുന്നുവെന്ന് പറയുവാനായിട്ടിടയാകണം. പ്രിയമുള്ളവരെ, ഇയ്യോബ് നേരുള്ളവനും നിഷ്കളങ്കനും ദോഷമിട്ടാകുന്നവരുമാണ്. പക്ഷെ ഇയ്യോബിന്റെ ജീവിതം നമ്മൾ ബൈബിളിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അവൻ ഓരോ മക്കൾ നഷ്ടപ്പെടുമ്പോഴും ഓരോ സമ്പാദ്യങ്ങളും അവന്റെ ആടുമാടുകളും ഒക്കെ നഷ്ടപ്പെടുമ്പോഴും ദൈവത്തിൽ നിന്ന് അവൻ ഒരിക്കലും അകലാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഇയ്യോബിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു പ്രതിസന്ധി ദാനിയേലിനും ഉണ്ടാകുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട, രാജാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ അവിടെയാണ് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ദാനിയേലിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ 9-ാം വാക്യത്തിലേക്ക് കടക്കാം. അങ്ങനെ ദാര്യാവേശ് രാജാവ് രേഖയും വിരോധന കൽപ്പനയും എഴുതിച്ചു. എന്നാൽ 10-ാം വാക്യം, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രിയമുള്ളവരെ, ദാനിയേൽ ഈ രേഖ എഴുതിയെന്ന് മനസ്സിലായപ്പോൾ, ഈ കൽപ്പന എഴുതിയെന്ന് മനസ്സിലായപ്പോൾ താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ, പ്രിയമുള്ളവരെ, ദാനിയേൽ മുമ്പ് ചെയ്തതുപോലെ അവൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ദൈവസന്നദ്ധിയിൽ മുട്ടുമടക്കുന്ന ഒരു ദാനിയേലിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമ്പോൾ അവൻ മുമ്പ് ചെയ്തു വന്നതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് മുട്ടുമടക്കി. രേഖ എഴുതിയെന്ന് മനസ്സിലായപ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പും പ്രതിസന്ധി ഉണ്ടായപ്പോഴും പ്രതിസന്ധിക്ക് ശേഷവും പ്രാർത്ഥനാപൂർവമായി ദാനിയേൽ നിൽക്കുവാനായിട്ട് ഇടയാകുന്നു. പ്രിയമുള്ളവരെ, നമ്മളാണെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് ഓടി വരുന്നത്. പ്രതിസന്ധിക്ക് ശേഷം നമ്മൾ ഒരു പക്ഷേ ദൈവത്തെ മറന്നു പോകുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇദ്ദേഹം പ്രതിസന്ധിക്ക് മുമ്പും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും പ്രതിസന്ധിക്ക് ശേഷവും അവൻ കൃത്യമായി ചെയ്തു വന്നത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം
ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കുന്ന ഒരു ദാനിയേലിനെയാണ് ഈ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ കിളിവാതിൽ തുറന്നു. ഇപ്പോൾ അവൻ അടിമയായി നിൽക്കുന്ന അവസരത്തിൽ ആ ദേശത്ത് നിന്ന് യെരൂശലേമിനെ നോക്കി അവൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രതിസന്ധിയിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അനുഭവമാണ് ദാനിയേലിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവം ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ കരകയറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കപ്പെടുവാനായിട്ട് ഇടയാകണം. അങ്ങനെ ദാനിയേലിന്റെ 2ാമത്തെ അനുഭവത്തിലേക്ക് കടങ്ങുമ്പോൾ അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായതുകൊണ്ടാണ് ആ ദേശത്ത് അവൻ ശുഭകരമായി ജീവിച്ചത്. ഒന്നാമതായി അവൻ വിശ്വസ്തനായതുകൊണ്ടും 2ാമതായി അവൻ പ്രാർത്ഥനാ മനുഷ്യനായതുകൊണ്ടും ആ ദേശത്ത് അവൻ ശുഭകരമായി ജീവിക്കുവാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വിശ്വസ്തതയുണ്ട് എന്നുള്ളതും എത്രമാത്രം പ്രാർത്ഥനാ നിരതരാണ് എന്നുള്ളതും ഞാനും നിങ്ങളും ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധനായ പരിമൽ തിരുമേനിയുടെ ജീവിത ദർശനവും പ്രാർത്ഥനാ നിരതനാണല്ലോ. 53 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ഇടയായല്ലോ. ഈ 53 വർഷക്കാലം ജീവിച്ചുവെങ്കിലും 123ാമത് ഓർമ്മ പെരുന്നാൾ നമ്മൾ ആചരിക്കുവാനായി ഞായറാഴ്ച മുതൽ കൊടിയേറ്റ് കർമ്മം ആരംഭിച്ചു മുതൽ നമ്മൾ ആചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയാണ് നമ്മളെ ഏറെ സ്പർശിക്കേണ്ട വലിയൊരു കാര്യം. എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ സമീപ സ്ഥലത്ത് 5 മുസ്ലിം സഹോദരങ്ങൾ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഒരു ചെറിയ വർക്ക്ഷോപ്പുണ്ട്. അവിടേക്ക് ഒരു ദിവസം ഒരു ടെമ്പോ വാഹനം അവിടേക്ക് കൊണ്ടുവന്നു. അത് ഞാനിങ്ങനെ പെട്ടെന്ന് ആ പേര് ശ്രദ്ധിച്ചപ്പോൾ അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, കൊച്ചു തിരുമേനി എന്ന് അതിൻ്റെ ബോർഡ് എഴുതിയിരിക്കുന്നു. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു അജ്മൽ എന്ന്. അപ്പോൾ ഞാൻ വളരെ കൗതുകത്തോടുകൂടി അവിടേക്ക് ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയാണ് എന്നെ ഏറെ സ്പർശിച്ചത്. ഞാൻ ഈ വാഹനം വാങ്ങിച്ചത് പരുമലക്കടവിൽ നിന്നാണ്. പരുമലക്കടവിൽ നിന്ന് വാങ്ങിച്ച് ഈ വാഹനം എൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് പിറ്റേ വർഷത്തെ ടെസ്റ്റ് നടക്കുമ്പോൾ അതിൻ്റെ പേരൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വാഹനം വാങ്ങിച്ചത്. എന്നാൽ ആ വാഹനം വാങ്ങിച്ച നാൾ മുതൽ എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പതുക്കെ പതുക്കെ മാറുവാനായിട്ട് തുടങ്ങി. അപ്പോൾ തിരുമേനിയുടെ എന്തോ മാധ്യസ്ഥം എനിക്ക് അനുഭവിക്കുന്നു എന്നുള്ളത് വളരെയേറെ അനുഗ്രഹത്തോടുകൂടി അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഒരു പക്ഷേ ചിന്തിച്ചു, ഒരു അക്രൈസ്തവൻ അങ്ങനെ പറയുമ്പോൾ എത്രമാത്രം ഞാൻ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വലിയൊരു സാക്ഷ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അദ്ദേഹം ഒരു വീട് വെക്കുവാനും അദ്ദേഹത്തിന്റെ കുടുംബം മെച്ചപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം പിന്നീട് വാങ്ങിക്കുന്ന എല്ലാ വാഹനത്തിനും മകളിൽ ഇങ്ങനെ എഴുതി കൊച്ചു തിരുമേനി എന്ന്, അതിന് താഴെ എഴുതുന്നു അജ്മൽ എന്ന്. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹീതമായ ഒരു സാക്ഷ്യമാണ് ആ മുസ്ലിം സഹോദരന് ലഭിക്കുവാനായിട്ടിടയായത്. നമ്മുടെ ജീവിതത്തിലും എത്രമാത്രം പ്രാർത്ഥനാപൂർവമായി ജീവിക്കുമ്പോൾ ഓരോ വിശുദ്ധന്റെ ജീവിതവും നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരായി ജീവിപ്പാനായിട്ടും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ദാനിയേലും പ്രാർത്ഥനാ നിരതരായി ജീവിച്ചതുകൊണ്ടും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും പ്രതിസന്ധിക്ക് മുമ്പും പ്രതിസന്ധിക്ക് ശേഷവും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ട ആവശ്യകതയാണ് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് നമ്മൾ ഓർക്കുവാനായിട്ട് ഇടയാകണം. അതിനെ 16-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. ബാക്കിയുള്ള ഭാഗം വീട്ടിൽ പോയി വായിക്കുവാനായിട്ട് ഇടയാകണം. ഇങ്ങനെ ഒരു രേഖ എഴുതിയെന്ന് മനസ്സിലായപ്പോൾ രാജാവിന്റെ അടുക്കൽ ഒന്നും ചോദിക്കാതെ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് സിംഹങ്ങളുടെ കൂട്ടിൽ ഇടുവാനായിട്ട് ഇടയാകുന്നു. 16-ാം വാക്യം ഇപ്രകാരം വായിക്കും. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. അവർ ഒരു കല്ലുകൊണ്ട് വന്ന് ഗുഹയുടെ വാതിക്കൽ വെച്ച് ദാനിയേലിനെ കുറിച്ച് നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന് രാജാവിന് തന്റെ മോതിരം കൊണ്ടും മഹത്വക്കളുടെ മോതിരം കൊണ്ടും അവർ അതിനെ മുദ്രയിട്ടു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദാനിയേൽ സിംഹങ്ങളുടെ കൂട്ടിൽ കിടക്കുകയാണ്. ദാനിയേലിനെ സിംഹങ്ങളുടെ കൂട്ടിൽ കിടക്കുവാനായിട്ട് ഇടയായപ്പോൾ അവരെല്ലാവരുടെ രാജാവിനൊരു മോതിരം നൽകി അവനെ സന്തോഷിപ്പിക്കുവാനായിട്ടൊക്കെയും ഇടയാകും.
ഇനിയും ദാനിയേല് ഈ സിംഹങ്ങളുടെ കൂട്ടിൽ കിടന്നുകൊണ്ടാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥന അർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ഇനിയും മുമ്പോട്ട് എങ്ങനെയാകും ജീവിതമെന്ന് ഒരുപക്ഷെ ഒരു നിമിഷം ചിന്തിക്കുന്ന ദാനിയേലിന്റെ മുമ്പാകെ ദൈവം വലിയൊരു അത്ഭുതമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 22-ാം വാക്യം ഇങ്ങനെയാണ്: സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവിടെ വാ അടച്ചു കളഞ്ഞു. എന്നെ ഏറെ സ്പർശിച്ച ഒരു വാക്യം ഇത് തന്നെയാണ്. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവിടെ വാ അടച്ചു കളഞ്ഞു. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മളും ചിന്തിച്ചിട്ടുണ്ടാകും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ദൈവത്തിന്റെ വലിയൊരു തണൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? ദൈവത്തിന്റെ ഒരു സംരക്ഷണ വലയം നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? ദൈവം എത്രമാത്രം നമ്മളെ സംരക്ഷിച്ചാണ് നമ്മളെ ഈ ജീവിതം മുമ്പോട്ട് നയിക്കപ്പെടുന്നത്. ഇവിടെ പറയുകയാണ്, തന്റെ ദൂതനെ അയച്ചിട്ട് സിംഹങ്ങളുടെ വാ അടച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇനി മുതൽ സിംഹങ്ങൾ വെജിറ്റേറിയൻ ആയി തീർന്നു എന്നുള്ളതാണ്. മനുഷ്യരെ കടിച്ചു കീറുവാൻ തക്ക വിശപ്പുള്ള സിംഹങ്ങൾ അവന്റെ മുമ്പാകെ വായടച്ചു കളയുന്ന, അല്ലെങ്കിൽ അവനെ രക്ഷിക്കുവാൻ തക്കം പ്രാപ്തനായ ഒരു ദൈവം, ദാനിയേലിന്റെ ദൈവം ഉണ്ട് എന്ന് അവർക്ക് മുമ്പാകെ കാണിച്ചു കൊടുക്കുകയാണ് ഈ ദാനിയേൽ പ്രവചന പുസ്തകത്തിലൂടെ. അതുകൊണ്ടാണ് ദാനിയേൽ അവിടെ ശുഭകരമായി ജീവിക്കുവാനായിട്ട് ഇടയായത്. പ്രാർത്ഥനാ നിരതരായി അവന്റെ ജീവിതം മുമ്പോട്ട് നയിച്ചപ്പോൾ വലിയൊരു പ്രതിസന്ധിയെ തരണം ചെയ്യുവാനായിട്ട് ഇടയാകുന്നു. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചേ. എത്രമാത്രം പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ പൊഴിക്കുന്ന കണ്ണുനീർ മറികടക്കാത്തവനാണ് യഹോവയായ ദൈവം. അവൻ നമ്മുടെ സങ്കടങ്ങളെ കേൾക്കാതെ പോകുകയില്ല. ഒരുപക്ഷെ അല്പം താമസിക്കുമായിരിക്കും, അല്പം സാവകാശം ഉണ്ടാകാം. പക്ഷേ ദൈവസന്നിധിയിൽ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ സങ്കടങ്ങൾ അർപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ പോകത്തില്ല എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ് അടച്ചു കളയുവാനായിട്ട് ഇടയാകുന്നു. പ്രിയമുള്ളവരെ, പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ: പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം, പരീക്ഷ എന്റെ ദൈവം കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തിനെന്ന് നാം ചോദിക്കരുത്, അതെൻ്റെ നന്മയ്ക്കായിട്ട് ദൈവം ഒരുക്കും. പ്രിയമുള്ളവരെ, പരീക്ഷണങ്ങളും പരിശോധനകളുടെ വലിയൊരു കൂമ്പാരമാണല്ലോ നമ്മുടെ ജീവിതം. എല്ലാവർക്കും ഒരുപോലെ സുഖം മാത്രമാണോ? അല്ല, സുഖവും ദുഃഖവും സമ്മിശ്രമാണ്. ഇന്ന് സന്തോഷമാണെങ്കിൽ നാളെ ചിലപ്പോൾ ദുഃഖമാകാം. പക്ഷെ പരീക്ഷണങ്ങളുടെ വലിയൊരു കൂമ്പാരമാണ് നമ്മുടെ ജീവിതം. പക്ഷെ യഹോവയായ ദൈവം പാട്ടുകാരനിലൂടെ നമ്മളോട് പറയുകയാണ്, പരീക്ഷ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചാൽ പരിഹാരം എനിക്കായിട്ട് ഒരുക്കിയിട്ടെന്നുള്ള വലിയ ചിന്തയാണ് നമ്മളെ ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ബാരൽമയിൽ വായിച്ച ഒരു ചെറിയ സാരാംശ കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ഒരു രാജാവ് മന്ത്രിയും കൂടെ നായാട്ടിന് പോവുകയാണ്. രാജാവ് മന്ത്രിയും നായാട്ടിന് പോകുമ്പോൾ രാജാവിനോട് എപ്പോഴും മന്ത്രി ഇങ്ങനെ പറയും, നല്ലതിനാണ് രാജാവേ, നല്ലതിനാണ്. അങ്ങനെ രാജാവും മന്ത്രിയും കൂടെ നായാട്ടിനായിട്ട് ഉൾക്കാട്ടിലോട്ട് പോകുമ്പോൾ ഒരു ചെറിയ കുഴിയിൽ ഈ രഥം വീണു. പെട്ടെന്ന് രാജാവ് ആ രഥത്തിൽ നിന്ന് വീണു ഒരു പാറക്കല്ലിൽ തട്ടി കാല് മുറിഞ്ഞ് വിരൽ അറ്റുപോകുവാനായിട്ടിടയായി. വളരെ വേദനയോടുകൂടി രാജാവിനെ ഈ രഥത്തിൽ തിരിച്ചു കയറ്റി അവർ യാത്ര മുമ്പോട്ട് പോകുമ്പോൾ രാജാവിനോട് മന്ത്രി പറയുകയാണ്, നല്ലതിനാണ് രാജാവേ, നല്ലതിനാണ്. വളരെ വിഷമതയോടും ദേഷ്യത്തോടുകൂടി രാജാവ് ഇങ്ങനെ ഇരിക്കുമ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കുഴി കണ്ടു. മന്ത്രി ഒരു തട്ട് കൊടുത്തു. മന്ത്രി കുഴിയിൽ വീഴുകയാണ്. കുഴി വീണപ്പോൾ അവിടെ കിടന്നുകൊണ്ട് മന്ത്രി രാജാവിനോട് പറയുകയാണ്, നല്ലതിനാണ് രാജാവേ, നല്ലതിനാണ്. വളരെ വിചിത്രമെന്ന് തോന്നുന്നു. അങ്ങനെ രാജാവ് ഒറ്റയ്ക്ക് കാട്ടിലോട്ട് പ്രവേശിക്കുകയാണ്. അങ്ങനെ കുറെ ആളുകൾ രാജാവിനെ പിടിക്കുകയാണ്. പിടിച്ച് കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തി രാജാവിനെ ബലിയർപ്പിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ രാജഗുരു വന്നിട്ട് തല മുതൽ ഉള്ളങ്കാൽ വരെ പരിശോധിച്ചപ്പോൾ കാലിൽ വന്നപ്പോൾ ചെറിയ വിരൽ അറ്റുപോയി. അവർ ഊനമുള്ളതിനെ ഒന്നും യാഗം കൊടുക്കുകയില്ല.
അങ്ങനെ രാജാവിന്റെ കെട്ട് അഴിച്ചു വിടുവാണ്. രാജാവ് ബന്ധപ്പെട്ട് മന്ത്രി കിടന്ന ആ കുഴിയുടെ അടുത്ത് വന്ന് ഒരു കാട്ടുവള്ളി ഇട്ട് കൊടുത്ത് മന്ത്രിയെ കരകയറ്റിയപ്പോൾ മന്ത്രി പറയുകയാണ്, നല്ലതിനാണ് രാജാവേ, നല്ലതിനാണ്. ഈ സാരാംശ കഥ ഒത്തിരി സന്ദേശം നൽകുന്നു. ഒരു പക്ഷേ രാജാവിനോടൊപ്പം മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ രാജാവിനെ വിട്ടേനെ, മന്ത്രിയെ ബലി അർപ്പിച്ചേനെ. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് ഒരു പക്ഷേ നല്ലതിനാണ് എന്ന്, എനിക്കൊരു നന്മ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള വലിയ ബോധത്തിൽ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് ക്രമീകരിക്കാനായിട്ട് ഇടയാകണമെന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ഇവിടെ ദാനിയേൽ പ്രവാചകൻ സിംഹങ്ങളുടെ കൂട്ടിൽ കിടന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുമ്പോൾ യഹോവയായ ദൈവം അവയുടെ വാ അടച്ചു കളഞ്ഞുകൊണ്ട് ദാനിയേലിനെ രക്ഷിക്കുന്ന ഒരു അനുഭവമാണ്. താഴോട്ട് വായിക്കാം. അവിടെ 19ഉം 20ഉം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. രാജാവ് രാത്രിയിൽ കിടന്നുറങ്ങുവാനായിട്ട് സാധിച്ചില്ല. കാരണം ഏറെ ശ്രേഷ്ഠനായി വിളങ്ങിയ വ്യക്തിയെയാണ് കുഴിയിലിട്ടിരിക്കുന്നത്. അവൻ എന്ത് സംഭവിക്കുമെന്നറിയാതെ വളരെ പ്രയാസപ്പെട്ട് അവൻ ഉറക്കമൊന്നും വരാതെ അതിരാവിലെ തന്നെ ദാനിയേലിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ് ഈ രാജാവ്. അങ്ങനെ കടന്നു വന്ന രാജാവ് ഇങ്ങനെ പറയുന്നു. 19ആം വാക്യം, രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹങ്ങളുടെ കുഴിക്ക് അരികെ ചെന്ന് ഗുഹയുടെ അരികിലെത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടുകൂടി ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേലിനോട് പറയുകയാണ്, നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ദാനിയേലേ എന്നാണ് രാജാവ് ഈ ദാനിയേലിനെ വിളിച്ചത്. പ്രിയമുള്ളവരെ, ജീവനുള്ള ദൈവത്തെ ഘോഷിച്ചപ്പോൾ, ജീവനുള്ള ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയായ ദൈവം പ്രതിസന്ധിയിൽ നിന്ന് ദാനിയേലിനെ വിടുവിക്കുകയാണ് ചെയ്തത്. അത് വലിയൊരു സന്ദേശം ആ രാജാവിന് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ ശുഭകരമായി ആ ദേശത്ത് ജീവിക്കുവാനായിട്ട് ഇടയായത്. നമുക്കറിയാം, ദാനിയേലിനെ പ്രതിസന്ധിയിൽ നിന്ന് യഹോവയായ ദൈവം കൈപിടിച്ചുയർത്തുമ്പോൾ ആ രാജാവും ആ ദേശവും ഒക്കെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന ഒരു അനുഭവമാണ് ഈ 6-ാം അധ്യായത്തിന്റെ ഈ 19ഉം 20ഉം വാക്യത്തിൽ വായിക്കുവാനായിട്ട് ഇടയാകുന്നത്. ദാനിയേൽ തിരിച്ചു കൊടുക്കുന്ന മറുപടിയാണ് ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യം. 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ദാനിയേല് രാജാവിനോട് പറയുകയാണ്, രാജാവേ, ദീർഘായുസ്സോടെ ഇരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വാ അടച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, സിംഹങ്ങൾ കേടുവരുത്താതിരിക്കേണ്ടതിന് അവയുടെ വാ അടച്ചു കളയുവാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, യഹോവയായ ദൈവം ദൂതനെ അയച്ച് അവയുടെ വാ അടച്ചു കളഞ്ഞപ്പോൾ അതിൽ നിന്ന് യഹോവയായ ദൈവം അവനെ രക്ഷിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്. രാജാവിന് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനോട് പറയുകയാണ്, യഹോവയായ ദൈവം എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയുവാനായിട്ട് ഇടയാകുന്നു. പ്രിയമുള്ളവരെ, കുറെ നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു കവിത ഇങ്ങനെയാണ്. ആ കവിതയുടെ പേര് പിന്നെയാകാം എന്നാണ്. ആ കവിത ഇപ്രകാരം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. കവിത ആരംഭിക്കുന്നത്, വിഷം തിന്നും അടുത്തു, ഇനി കൃഷി ചെയ്ത് ജീവിക്കണം. അവസാനം ഇങ്ങനെ കുറിക്കുന്നു, പിന്നെയാകാം. വല്ലാതെ വണ്ണം വെക്കുന്നു, പുലർച്ചെ എഴുന്നേറ്റ് നടക്കണം, പിന്നെയാകാം. അതിന്റെ അവസാന വരിയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയാണ്, എല്ലാവരോടും പിണങ്ങി എല്ലാവരോടും ഇണങ്ങണം, പിന്നെയാകാം. അവസാനം ഇങ്ങനെ പറയുന്നു, വെച്ചിരുന്നാൽ നാറും, അടക്കണം, എത്രയും വേഗം അടക്കണം. നമ്മുടെ ശരീരത്തെ പറ്റിയാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ കവിത വളരെ അർത്ഥപൂർണമാണ്. പിന്നെയാകാം പിന്നെയാകാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെ പിണങ്ങിയിരിക്കുന്നവർ ഇണങ്ങുവാനുള്ള അവസരമുണ്ട്. നമ്മളൊക്കെ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ അകന്നവരോട് നമ്മൾ അടുക്കേണ്ടത് ആവശ്യമാണ്. ഓരോ വചന കേൾവിയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. പിന്നെയാകാം പിന്നെയാകാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്നത് ഇപ്പോൾ തന്നെ ആകണമെന്ന് ഈ കവിത നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും ദൈവസന്നിധിയിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പിന്നെയാകാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് അല്ല, ഇപ്പോൾ തന്നെ ആകണമെന്ന് ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രാജാവിനോട് ഇവിടെ മൂന്നാമത്തെ ചിന്തയും അത് ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്,
അവനെ ഉപദ്രവിച്ചവരെ അനുഗ്രഹിക്കുകയാണ് ദാനിയേൽ. മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് ഉപദ്രവിച്ചവനെ അനുഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ രാജാവ് കൽപ്പന എഴുതിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവനോട് വിരോധം ഉണ്ടാകാം, പക്ഷെ അവനുമായി വിരോധിച്ചില്ല. അവനോട് ദീർഘായുസോടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ദാനിയേൽ അവനോട് സംവേദിക്കുന്നത്. ഇവിടെ ദാനിയേലിന്റെ ജീവിതം നമുക്കറിയാം. അവൻ ഒന്നാമത് വിശ്വസ്തനായിരുന്നു, രണ്ടാമതായി പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, മൂന്നാമതായി അനേകരെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി അനുഗ്രഹിച്ചവനാണ് ദാനിയേൽ എന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ 25, 26, 27 വാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അന്ന് ദാര്യാവേശ രാജാവ് സർവ്വഭൂമിയിലും വസിക്കുന്ന എല്ലാ വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതി എന്തെന്നാൽ, നിങ്ങൾക്ക് ശുഭം വർദ്ധിക്കട്ടെ. എന്റെ രാജസന്നിധിയിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന് മുമ്പാകെ ഭയഭക്തിയോടുകൂടി ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവന്റെ രക്ഷയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേൽ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ ഭാഷയിലും പാർസി രാജാവായ കോരശിന്റെ ഭാഷയിലും ശുഭപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, പിന്നീട് ഒരു കൽപ്പന എഴുതുകയാണ്: യഹോവയായ ദൈവത്തിൽ മാത്രമേ ഇനിയും നിങ്ങളേവരും പ്രാർത്ഥിക്കാവുള്ളൂ. ആ രാജാവും അവിടുത്തെ പ്രജകളും എല്ലാവരും ആ കൽപ്പന അനുസരിക്കുകയാണ്. യഹോവയായ ദൈവത്തിലേക്ക് അവർ മടങ്ങി വരുന്ന വലിയൊരു അനുഭവമാണ് ഈ പ്രവചന പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രിയമുള്ളവരെ, ദാനിയേലിന്റെ ജീവിത ദർശനമാണ് ഈ ദിവസം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായത്. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ ഭാഷയിലും പാർസി രാജാവായ കോരശിന്റെ ഭാഷയിലും ശുഭപ്പെടുവാനുള്ള കാരണമാണ് പ്രത്യേകിച്ച് ഒന്നാമതായി അവൻ വിശ്വസ്തനായി തീർന്നതുകൊണ്ടാണ്, രണ്ടാമതായി അവൻ പ്രാർത്ഥനാ മനുഷ്യനായി തീർന്നതുകൊണ്ടാണ്, മൂന്നാമതായി അവൻ ഉപദ്രവിച്ചവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതും അത് തന്നെയാണ്. നമ്മൾ എത്രമാത്രം ദൈവത്തോട് വിശ്വസ്തത ഉണ്ടാകണം, എത്രമാത്രം പ്രാർത്ഥനാ നിരതരായ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഇടയാകണം. മൂന്നാമതായി നമ്മളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഈ ദിവസം ചിന്തിക്കുവാനായിട്ട് ഇടയാകണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ദൈവകൃപയാൽ സുഖകരമായി ഇരിക്കുന്നുവെന്ന് പറയുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഇടയാകണം. ദൈവം തരുന്ന ആയുസ്, നമുക്കെടുക്കുന്ന ശ്വാസം നമുക്ക് വിടുവാനായിട്ടും നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ മുമ്പോട്ട് ക്രമീകരിക്കുവാനായിട്ടും ദൈവം ഒരു അവസരവും സാഹചര്യം ഒരുക്കുമ്പോൾ ദൈവസന്നിധിയിൽ എത്രമാത്രം നമ്മൾ വിനയപ്പെടണം, എത്രമാത്രം ദൈവസന്നിധിയിൽ വിശുദ്ധരായി ജീവിക്കണം, എത്രമാത്രം പ്രാർത്ഥനാനിരതരായി നമ്മൾ ജീവിക്കുവാനായിട്ട് ഇടയാകണം. പ്രിയമുള്ളവരെ, ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 28-ാം വാക്യമാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായത്. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ ഭാഷയിലും പാർസി രാജാവായ കോരശിന്റെ ഭാഷയിലും ശുഭപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അന്യദേശത്ത് ശുഭകരമായി ജീവിക്കുവാനായിട്ട് ദാനിയേലിന് സാധിച്ചതുപോലെ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ശുഭകരമായി ജീവിപ്പാനായിട്ട് എൻ്റെ ദൈവം എനിക്ക് സഹായം നൽകുമെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ശുഭകരമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാനായി ഈ കഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ, പക്ഷെ അതിൽ നിന്നപ്പുറമായി എന്നെ ദൈവം വേലി കെട്ടി സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച ബോധത്തിൽ എൻ്റെ ആവശ്യഭാരങ്ങൾ കാണാതെ പോകാത്ത ഒരു ദൈവത്തിന് മുമ്പാകെയല്ല, കാണുന്ന ദൈവത്തിന് മുമ്പാകെയാണ് ഞാനും നിങ്ങളും സ്തുതിക്കുന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാനായിട്ട് ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച, ഇന്നിവിടെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരോടും എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ബഹുമാനപ്പെട്ട മനോജ് അച്ഛനോടും എൻ്റെ സഹപാഠിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനോടും എൻ്റെ സഹോദരൻ അച്ഛനോടും ഉള്ള നന്ദി കരേറ്റിക്കൊണ്ട് ഇങ്ങനെയൊരു ദേവാലയത്തിൽ ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ ഞാൻ പട്ടമേറ്റിട്ട് 9 വർഷമാകുന്നു. ഞാൻ പട്ടമേറ്റതിന് ശേഷം ആദ്യം തന്നെ എന്നെ നിയമിച്ചത് ഒരു സെൻറ്റ് ജോർജിൻ്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയാണ്, 20 വീടുള്ള ഒരു പള്ളിയാണ്. ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്നതും സെൻറ്റ് ജോർജിൻ്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയിലാണ്.
എൻ്റെ സ്വന്തം ദേവാലയം സെൻറ് ജോർജിൻ്റെ നാമധേയത്തിലാണ്. അനേക അത്ഭുതങ്ങളും പ്രാർത്ഥനകളും ഒക്കെ സഹതാട മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് നേടിയിട്ടുണ്ട്. നമ്മളിവിടെ കഴിക്കുന്ന ഒരു പ്രാർത്ഥനയും കണ്ണുനീരും നിഷ്ഫലമായി പോകുകയില്ല എന്നുള്ള വലിയ ബോധ്യം എനിക്കുമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് മറികടന്നു പോകാത്ത ഒരു ദൈവമുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് ഇടയാക്കട്ടെ. ഇങ്ങനൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും ഇതിൻ്റെ എല്ലാ ചുമതലക്കാരോടുള്ള നന്ദി കരയേറ്റിക്കൊണ്ട് എന്നെ ശ്രമിച്ചിരുന്ന എല്ലാ മാതാപിതാക്കളോടും ദൂരെയും ചാരയുമായിരിക്കുന്ന ഓൺലൈനിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടുമുള്ള നന്ദി കരയേറ്റിക്കൊണ്ട് വീട്ടിൽ ഈ വേദഭാഗം വായിക്കുവാനായിട്ട് ഇടയാകണം. ദാനിയേലിന്റെ ജീവിതത്തിൽ അവൻ വിശ്വസ്തനായി തീർന്നതുപോലെ, അവൻ പ്രാർത്ഥനാ മനുഷ്യനായി തീർന്നതുപോലെ, അവൻ ഉപദ്രവിച്ചവരെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും വിശ്വസ്തതയും പ്രാർത്ഥനയും അതുപോലെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ബാറക്കുമോർ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ താതാമ്യപ്പെട്ടുകൊണ്ട് ഈ ദേവാലയത്തിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ കേട്ട വചനങ്ങളെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഞങ്ങൾ ശ്രവിച്ചല്ലോ. എന്നാൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശന്റെ വാഴ്ചയിലും ശുഭപ്പെടുവാനുള്ള കാരണങ്ങൾ അവൻ വിശ്വസ്തനായിരുന്നു, അവൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, അവൻ ഉപദ്രവിച്ചവന് വേണ്ടി അനുഗ്രഹിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ ജീവിതവും അർത്ഥപൂർണമാകണമേ. ഞങ്ങൾ കേട്ട വചനങ്ങൾ അത് ഞങ്ങളുടെ ഹൃദയ നിലങ്ങളിൽ 30, 60, 100 മേനിയായി പ്രതിഫലം പ്രാപിപ്പാനായിട്ട് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരെങ്കിലും ഈ ദേവാലയത്തിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, ആരെങ്ങളുടെയും ദൈവമേ നൊമ്പരങ്ങൾ നീ കേൾക്കാതെ പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുനീരിനെ നീ മറികടക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടങ്ങൾക്ക് നീ ഉത്തരം നൽകണമേ, അവരുടെ യാതനകൾക്ക് നീ ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, അവരുടെ എല്ലാ ആവശ്യഭാരങ്ങൾ നിന്റെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ തലമുറകളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഇടവകയെ അനുഗ്രഹിക്കണമേ. ഈ ദേശത്തിലേക്ക് കടന്നു വന്ന് നാനാദിമതസ്ഥരായ എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ തീർക്കാൻ പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ തുടർന്നുള്ള ജീവിതം അനുഗ്രഹവും അർത്ഥപൂർണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പരിമൽ തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ആ പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹപൂർണമാകണമേ. അവിശുദ്ധമായ ജീവിതം നയിക്കപ്പെടുവാൻ ഞങ്ങളും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ സകല വാങ്ങിപ്പോരെയും യെരൂശലേം ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിപ്പാനായിട്ട് തന്നെ. ആമേൻ.